പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 3 നെക്സ്റ്റ് പോർഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ എന്താണ് ഈ ഒരു പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. ഫില്ലിംഗ് ദ സ്പേസസ്, ഫ്രാക്ഷൻസ് ആൻഡ് റാഷണൽ നമ്പേഴ്സ്, ഇതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന പോർഷൻ. ഓക്കെ, നമ്പേഴ്സ് ദാറ്റ് റെപ്രസെൻറ്റ്സ് പാർട്സ് ഓഫ് എ ഹോൾ ആർ കോൾഡ് ഫ്രാക്ഷൻസ്. അപ്പോൾ ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്നതാണ്. ഫ്രാക്ഷൻസ് എന്താണ് എന്ന് നമുക്കറിയാം. അതായത് ഒരു ഹോളിൻ്റെ പാർട്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്രാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു സർക്കിള്, ഈ സർക്കിളിനെ നമുക്ക് ഹോളായിട്ട് എടുക്കാം. ഇതിനെ ഞാൻ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ ഒരു പോർഷൻ എടുക്കുകയാണെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് പറയും? 4 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൻ്റെ ഒരു പാർട്ടാണല്ലേ. അപ്പോൾ നമ്മളിതിനെ 1/4 എന്ന് എഴുതും. 1/4 ഈസ് എ ഫ്രാക്ഷൻ. അതായത് അതാണ് ഞാൻ പറഞ്ഞത്, ഹോളിൻ്റെ പാർട്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ആസ് എവരി നാച്ചുറൽ നമ്പർ ഹാസ് ആൻ അഡിറ്റീവ് ഇൻവേഴ്സ്, വി ക്യാൻ കൺസീവ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ് ഫോർ എവരി പോസിറ്റീവ് ഫ്രാക്ഷൻസ്. അപ്പോൾ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിന് നമ്മൾ അഡിറ്റീവ് ഇൻവേഴ്സ് എഴുതാറുണ്ടല്ലേ. 3യുടെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്താണ്? -3. 19 ഹാസ് -19. ഇങ്ങനെ നമ്മൾ അഡിറ്റീവ് ഇൻവേഴ്സ്, അതായത് സൈൻ നമ്മൾ മാറ്റി എഴുതാറുണ്ടല്ലേ. 3യുടെ അഡിറ്റീവ് ഇൻവേഴ്സ് ഈസ് -3, 19ൻ്റെത് -19. അതുപോലെ ഫ്രാക്ഷൻസിന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. -3/4 പകരം നമുക്ക് എന്തെഴുതാം? 3/4. -3/4ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് 3/4. -19/7ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് 19/7. Let us refer to such additive inverse of positive fractions as negative fractions. Note that in a negative fraction, the negative sign can also be placed with either the numerator or denominator as follows. അപ്പോൾ നമ്മുടെ നെഗറ്റീവ് ഫ്രാക്ഷനകത്ത് നമുക്ക് നെഗറ്റീവ് സൈന് ന്യൂമറേറ്ററിലോ ഡിനോമിനേറ്ററിലോ എവിടെ വേണമെങ്കിലും നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് കഴിയും. ഇവിടെ നോക്കിയേ, ഇവിടെ നെഗറ്റീവ് സൈൻ ഇങ്ങനെ സെൻറ്ററിലാണ് വരുന്നത്. ഇവിടെ നോക്കിയാൽ ന്യൂമറേറ്ററിലാണ്, ഇവിടെ ഡിനോമിനേറ്ററിലാണ്. അപ്പം നെഗറ്റീവ് സൈൻ നമുക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാനായിട്ട് കഴിയും. വെൻ വി കമ്പൈൻ ഓൾ ഇൻറ്റിജേഴ്സ് ആൻഡ് ഓൾ ഫ്രാക്ഷൻസ്, ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, വി ഗെറ്റ് ദ സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. അപ്പം നമ്മൾ എല്ലാ ഇൻറ്റിജേഴ്സിനെയും ഫ്രാക്ഷൻസിനെയും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റാഷണൽ നമ്പേഴ്സ് കിട്ടും. റാഷണൽ നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് Q എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, Q ഫോർ ക്വോഷ്യൻറ്റ്. A rational number is defined as any number that can be expressed in the form P/Q, where P and Q are integers and Q not equal to 0. അപ്പോൾ ഒരു നമ്പർ റാഷണൽ നമ്പർ ആകണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് അതിനെ നമുക്ക് P/Q ഫോമിൽ എഴുതാനായിട്ട് കഴിയണം. പിയും ക്യൂവും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? ഇൻറ്റിജേഴ്സ് ആണ്. പക്ഷേ Q 0 ആകാൻ പാടില്ല. ഇപ്പോൾ ഞാനൊരു നമ്പർ എഴുതുന്നു 5/7. ഇത് 5ഉം 7ഉം എന്താണ്? ഇൻറ്റിജർ ആണ്. അപ്പോൾ 5/7 എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പറാണ്. അതേസമയം 5/0 എന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല. ഇവിടെ P എന്ന് പറയുന്നത് 5ഉം Q എന്ന് പറയുന്നത് 0യുമാണ്. നമുക്ക് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് Q എന്താകാൻ പാടില്ല? 0 ആകാൻ പാടില്ല. അതുകൊണ്ട് 5/0 എന്തല്ല? റാഷണൽ നമ്പർ അല്ല. 5/0, അതായത് ഒരു നമ്പറിനെ നമുക്ക് 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അത് നോട്ട് ഡിഫൈൻഡ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കണ്ടീഷൻ എടുത്തു പറഞ്ഞിരിക്കുന്നത് Q നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. Okay, can you explain why we need Q not equal to 0 in the definition of a rational number? അതാണ് ഞാനിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. We must make some important observations at this stage. All rational numbers can be written in the form P/Q, where P and Q are integers and Q not equal to 0. അത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു പോയിൻ്റ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ 5 and -10 can be written as, 5നെ എങ്ങനെ എഴുതാം? 5/1 എന്ന് എഴുതാം. -10നെ -10/1 എന്ന് എഴുതാം. ഇപ്പോൾ ഇത് ഏത് ഫോമിലായി? P/Q ഫോമിലായി. അപ്പോൾ 5 എന്ന് എഴുതിയാലും അത് എന്ത് തന്നെയാണ്? റാഷണൽ നമ്പറാണ്. നമുക്കതിനെ 5/1 എന്ന് എഴുതാം. അപ്പോൾ അത് P/Q
ഫോർമുല ആവും. വാട്ട് ദിസ് മീൻസ് ഈസ് ദാറ്റ് ദ റാഷണൽ നമ്പർ ഓൾസോ ഇൻക്ലൂഡ് ദി നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ് ആൻഡ് ഇൻറ്റിജേഴ്സ്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, നാച്ചുറൽ നമ്പർ എഴുതിയാലും ഹോൾ നമ്പർ എഴുതിയാലും ഇൻറ്റിജർ എഴുതിയാലും എല്ലാം എന്താണ്, റാഷണൽ നമ്പറാണ്. കാരണം നമുക്കതിനെ P/Q ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. റാഷണൽ നമ്പേഴ്സ് ഡു നോട്ട് ഹാവ് എ യുണീക്ക് റെപ്രസെൻറ്റേഷൻ ഇൻ ദ ഫോം P/Q വെർ P ആൻഡ് Q ആർ ഇൻറ്റിജേഴ്സ് ആൻഡ് Q നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ റാഷണൽ നമ്പേഴ്സിന് ഒരു യുണീക്ക് റെപ്രസെൻറ്റേഷൻ ഇല്ല. നോക്കിയേ, ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. വി ഹാവ് -1/3 ഈസ് ഈക്വൽ ടു -2/6 ഈസ് ഈക്വൽ ടു -3/9 ഈസ് ഈക്വൽ ടു -10/30 ഈസ് ഈക്വൽ ടു ഇങ്ങനെ ആൻഡ് സോ ഓൺ. ദീസ് ആർ ഈക്വലൻ്റ് റാഷണൽ നമ്പേഴ്സ് ഓർ ഈക്വലൻ്റ് ഫ്രാക്ഷൻസ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ -1/3 നമ്മൾ 2 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് -2/6 കിട്ടുന്നത്. കണ്ടല്ലോ, അടുത്തത് നമുക്ക് കിട്ടിയത്. ഇനി ഈ -1/3 3 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് -3/9 കിട്ടുക. ഇനി -1/3 ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് -10/30 കിട്ടുക. ഇതിനെ 2026 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു റാഷണൽ നമ്പർ നമുക്ക് കിട്ടുക. അപ്പോൾ ഇതെല്ലാം എന്താണ്, ഈക്വലൻ്റ് റാഷണൽ നമ്പേഴ്സാണ്. അതായത് -1/3 ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ റാഷണൽ നമ്പേഴ്സാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതെല്ലാം എന്താണ്, ഈക്വലൻ്റ് റാഷണൽ നമ്പേഴ്സാണ്, അല്ലെങ്കിൽ ഈക്വലൻ്റ് ഫ്രാക്ഷൻസ് ആണ് എന്ന് നമുക്ക് പറയാം. ദിസ് ഫാക്ട് അലൗ us to freely divide any common factor between the numerator and the denominator of a given fraction. The resulting fraction is then equivalent to the original one. For example, 12/30 is equivalent to 2/5. Here we have divided both the numerator and the denominator by 6. അപ്പോൾ നോക്കിയാൽ ഈ ഒരു ഫാക്റ്റ്, അതായത് ഞാനിവിടെ പറഞ്ഞു -1/3 സെയിം നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ നമ്പേഴ്സ് കിട്ടുമെന്ന് പറഞ്ഞു. അതേപോലെ ഈ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും അതിൻ്റെ കോമൺ ഫാക്ടർ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 12/30. ഈ 12/30യുടെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 2/5 എന്ന് കിട്ടും. അപ്പോൾ ഈ 12/30 എന്ന് പറയുന്നതും 2/5 എന്ന് പറയുന്നതും സെയിം ആണ് എന്ന് നമുക്കറിയാം, ഈക്വലൻ്റ് ഫ്രാക്ഷൻസ് ആണ്. ഓക്കെ, അടുത്തത് ദ കോമൺ അണ്ടർസ്റ്റാൻഡിങ് ഈസ് ദാറ്റ് വെൻ വി സേ ദാറ്റ് P/Q ഈസ് എ റാഷണൽ നമ്പർ ഓർ വെൻ വി റെപ്രസെൻറ്റ് P/Q ഓൺ ദ നമ്പർ ലൈൻ വി അസ്യൂം ദാറ്റ് Q നോട്ട് ഈക്വൽ ടു 0 ആൻഡ് ദാറ്റ് P ആൻഡ് Q ഹാവ് നോ കോമൺ ഫാക്ടേഴ്സ് അതർ ദാൻ 1. ദാറ്റ് ഈസ് P ആൻഡ് Q ആർ കോപ്രൈംസ്. അപ്പോൾ നമ്മൾ ഈ P/Q എന്ന് പറയുന്ന ഈ റാഷണൽ നമ്പറിനെ നമ്മൾ നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് അസ്യൂം ചെയ്യുന്നു, Pക്കും Qവിനും കോമൺ ഫാക്ടേഴ്സ് ഇല്ല, 1 അല്ലാതെ വേറെ കോമൺ ഫാക്ടേഴ്സ് ഇല്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അതായത് കോമൺ ഫാക്ടേഴ്സ് ഇല്ല, 1 അല്ലാതെ വേറെ കോമൺ ഫാക്ടേഴ്സ് ഇല്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ, അത് കോപ്രൈം നമ്പേഴ്സ് ആയിരിക്കും അല്ലേ. 2 നമ്പേഴ്സിന് 1 മാത്രമാണ് കോമൺ ഫാക്ടറായിട്ട് വരുന്നതെങ്കിൽ അങ്ങനെയുള്ള നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോപ്രൈം നമ്പേഴ്സ്. ഓക്കെ, സോ ഓൺ ദ നമ്പർ ലൈൻ എമംഗ് ദ ഇൻഫിനിറ്റ്ലി മെനി ഫ്രാക്ഷൻസ് ഈക്വലൻ്റ് ടു 1/2. അപ്പോൾ നമുക്ക് നമ്പർ ലൈനിൽ 1/2 ഈക്വലൻ്റ് ആയിട്ട് ഇൻഫിനിറ്റ്ലി മെനി ഫ്രാക്ഷൻസ് നമുക്ക് കാണാനായിട്ട് കഴിയും. ഓക്കെ, ദ ഫ്രാക്ഷൻ 1/2നെ നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഓരോ നമ്പർ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അതായത് 2 ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2/4 കിട്ടും, 3 കൊണ്ട് ചെയ്യുമ്പോൾ 3/9 കിട്ടും, 6 കൊണ്ട് ചെയ്യുമ്പോൾ 6/12 കിട്ടും. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള ഈക്വലൻ്റ് ഫ്രാക്ഷൻസ് നമുക്ക് കിട്ടും. അതായത് ഇൻഫിനിറ്റ്ലി മെനി ഫ്രാക്ഷൻസ് നമുക്ക് കിട്ടും. ഇതിനെല്ലാം റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് ചൂസ് ചെയ്യും, 1/2നെ ചൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ റാഷണൽ നമ്പേഴ്സിനെ ആഡ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും സബ്ട്രാക്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ചില ലോകളാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. നോക്കിയേ, ഫസ്റ്റ് വൺ ഈക്വാലിറ്റി. 2 റാഷണൽ നമ്പേഴ്സ് A/B ആൻഡ് C/D ആർ സെഡ് ടു ബി ഈക്വൽ ഇഫ് AD ഈസ് ഈക്വൽ ടു BC. അതായത്
എ ഡി ഈസ് ഈക്വൽ ടു ബി സി ആണ് എങ്കിൽ എ ബൈ ബിയും സി ബൈ ഡിയും ഈ രണ്ട് റാഷണൽ നമ്പേഴ്സും ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാം. അടുത്തത് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ടു റാഷണൽ നമ്പേഴ്സ്. വി ഫസ്റ്റ് എക്സ്പ്രസ് ദ ടു റാഷണൽ നമ്പേഴ്സ് ആസ് ഫ്രാക്ഷൻസ് എ ബൈ ബി ആൻഡ് സി ബൈ ബി വിത്ത് ദി സെയിം ഡിനോമിനേറ്റർ ബി. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഫ്രാക്ഷൻസിന് ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ നമുക്ക് ഏത് റൂൾ യൂസ് ചെയ്യാം? എ ബൈ ബി പ്ലസ് സി ബൈ ബി ഈസ് ഈക്വൽ ടു, ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ഡിനോമിനേറ്റർ നമ്മൾ അതേപോലെ എഴുതും, ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യും. അപ്പോൾ എന്ത് വരും? എ പ്ലസ് സി ബൈ ബി എന്ന് നമുക്ക് എഴുതാം. ഇനി സബ്ട്രാക്ഷൻ ആണെങ്കിലോ, സബ്ട്രാക്ഷൻ്റെ കേസിൽ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആണ്, അതുകൊണ്ട് ഡിനോമിനേറ്റർ നമ്മൾ അതേപോലെ എഴുതുന്നു, ന്യൂമറേറ്റേഴ്സിനെ തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്യുന്നു, എ മൈനസ് സി. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിനോമിനേറ്റർ അതേപോലെ എഴുതുക. അഡീഷൻ ആണെങ്കിൽ ന്യൂമറേറ്റേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്യുക. സബ്ട്രാക്ഷൻ ആണെങ്കിലും എന്താണ്? അങ്ങനെ തന്നെ ന്യൂമറേറ്റേഴ്സിനെ തമ്മിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്യും, ഡിനോമിനേറ്റർ അതേപോലെ തന്നെ എഴുതും. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് ടു റാഷണൽ നമ്പേഴ്സ്. അപ്പോൾ ഏത് റൂളാണ് യൂസ് ചെയ്യുന്നത്? എ ബൈ ബി ഇൻറ്റു സി ബൈ ഡി ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആയാലും മൾട്ടിപ്ലിക്കേഷനിൽ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ന്യൂമറേറ്റേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതും, എ ഇൻറ്റു സി ഈസ് ഈക്വൽ ടു എ സി. അടുത്ത ഡിനോമിനേറ്റേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും, ബി ഇൻറ്റു ഡി ഈസ് ഈക്വൽ ടു ബി ഡി. ഇവിടെ നോക്കിയേ, പ്രൊവൈഡഡ് ദാറ്റ് ബി നോട്ട് ഈക്വൽ ടു 0, ഡി നോട്ട് ഈക്വൽ ടു 0. ബിയും ഡിയും എന്താകാൻ പാടില്ല? 0 ആകാൻ പാടില്ല. അതായത് ഡിനോമിനേറ്ററിൽ വരുന്ന നമ്പേഴ്സ് 0 ആകാൻ പാടില്ല. ഇനി ഡിവിഷൻ്റെ കേസിൽ നോക്കിയേ, ഫ്രാക്ഷൻസിൻ്റെ ഡിവിഷൻ വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയേ, എ ബൈ ബി ഡിവൈഡഡ് ബൈ സി ബൈ ഡി. ഇവിടെ നോക്കിയേ, ആദ്യത്തെ ഫ്രാക്ഷൻ നമ്മൾ അതേപോലെ എഴുതി, എ ബൈ ബി. ഡിവിഷൻ ഇവിടെ എന്തായിട്ട് മാറി? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറി. രണ്ടാമത്തെ ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കലാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതായത് എ ബൈ ബി ഡിവൈഡഡ് ബൈ സി ബൈ ഡി. ഇപ്പോൾ ഫ്രാക്ഷൻ്റെ ഡിവിഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തെ ഫ്രാക്ഷനെ അതേപോലെ എഴുതുന്നു, ഡിവിഷൻ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആക്കുന്നു, രണ്ടാമത്തെ ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ എഴുതുന്നു, ദാറ്റ് ഈസ് ഡി ബൈ സി. അപ്പോൾ എന്ത് വരും? എ ഡി ബൈ ബി സി എന്ന് വരും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷൻ്റെ ഡിവിഷൻ എഴുതുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് തന്നിട്ടുണ്ട് ബി നോട്ട് ഈക്വൽ ടു 0, ഡി നോട്ട് ഈക്വൽ ടു 0 ആൻഡ് സി നോട്ട് ഈക്വൽ ടു 0. ഡിവിഷൻ വരുമ്പോൾ എന്തൊക്കെ 0 ആകാൻ പാടില്ല? ബി നമുക്ക് തന്നിരിക്കുന്ന ഈ രണ്ട് ഡിനോമിനേറ്റേഴ്സ് 0 ആകാൻ പാടില്ല. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആക്കി റെസിപ്രോക്കൽ എടുത്തു കഴിയുമ്പോൾ സി എവിടെ വരും? സിയും ഡിനോമിനേറ്ററിൽ വരും. അപ്പോൾ സിയും എന്താകാൻ പാടില്ല? 0 ആകാൻ പാടില്ല. അടുത്തത്, വിത്ത് ദി അരിത്മെറ്റിക് ലോ ഡിഫൈൻഡ് ആസ് എബവ്, അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ആർ ബോത്ത് കമ്മ്യൂട്ടേറ്റീവ്. അപ്പോൾ ഇവിടെ കമ്മ്യൂട്ടേറ്റീവ് എന്ന് വെച്ചാൽ എന്താ? കമ്മ്യൂട്ടേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 3 + 4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 7 കിട്ടും. അതേപോലെ 4 + 3 ചെയ്താലും എന്ത് കിട്ടും? 7 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 3 + 4ഉം 4 + 3ഉം ഈക്വൽ ആണ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് അഡീഷനകത്ത് ഇതിൻ്റെ നമ്പേഴ്സിനെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് എഴുതിയാലും നമുക്ക് കുഴപ്പമില്ല, സെയിം ആൻസർ തന്നെ കിട്ടും. മൾട്ടിപ്ലിക്കേഷനിലും അതേപോലെ തന്നെയാണ്. 3 × 4 ചെയ്താൽ 12 കിട്ടും, 4 × 3 ചെയ്താലും 12 കിട്ടും. അതുകൊണ്ടാണ് അഡീഷനും മൾട്ടിപ്ലിക്കേഷനും എന്താണ് എന്ന് പറയുന്നത്? കമ്മ്യൂട്ടേറ്റീവ് ആണ് എന്ന് പറയുന്നത്. നോക്കിയേ, എ ബൈ, അതേപോലെ നമുക്ക് ഫ്രാക്ഷൻ്റെ കാര്യത്തിലും എടുക്കാം. എ ബൈ ബി പ്ലസ് സി ബൈ ഡി എന്തിന് ഈക്വലാണ്? സി ബൈ ഡിയും എ ബൈ ബിയും കൂടെ ആഡ് ചെയ്യുന്നതിന് ഈക്വലാണ്. അതേപോലെ മൾട്ടിപ്ലിക്കേഷനിൽ എ ബൈ ബിയും സി ബൈ ഡിയും മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഈക്വലാണ് സി ബൈ ഡിയും എ ബൈ ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അഡീഷനും മൾട്ടിപ്ലിക്കേഷനും മാത്രമേ കമ്മ്യൂട്ടേറ്റീവ് ആയിട്ടുള്ളൂ കേട്ടോ. They follow the law of distributivity. എന്താണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ? ഇഫ് പി, ക്യൂ ആൻഡ് ആർ ആർ റാഷണൽ നമ്പേഴ്സ്, ദെൻ പി ഇൻറ്റു ക്യൂ പ്ലസ് ആർ. പി ഇൻറ്റു ക്യൂ പ്ലസ് ആറിനെ നമ്മൾ എങ്ങനെ എഴുതും? പി കൊണ്ട് ക്യൂവിനെ മൾട്ടിപ്ലൈ ചെയ്യും, അപ്പോൾ നമുക്ക് പി ക്യൂ എന്ന് കിട്ടും. പി കൊണ്ട് നമ്മൾ ആറിനെ മൾട്ടിപ്ലൈ ചെയ്യും, അപ്പോൾ നമുക്ക്
PR എന്ന് കിട്ടും. ബ്രാക്കറ്റിനകത്തെ സൈൻ ഏതാണോ അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് P ഇൻറ്റു Q പ്ലസ് R ഈസ് ഈക്വൽ ടു PQ പ്ലസ് PR എന്ന് നമുക്ക് കിട്ടും. Okay, rational numbers are closed under addition, subtraction and multiplication. That is, if one adds two rational numbers or subtract two rational numbers or multiplies two rational numbers, a rational number is again obtained. അപ്പോൾ rational numbers അഡീഷനിലും സബ്ട്രാക്ഷനിലും മൾട്ടിപ്ലിക്കേഷനിലും എന്താണ്? ക്ലോസ്ഡ് ആണ്. അങ്ങനെ പറയാൻ കാരണം എന്താണ്? രണ്ട് റാഷണൽ നമ്പേഴ്സിനെ ആഡ് ചെയ്താലോ അല്ലെങ്കിൽ സബ്ട്രാക്റ്റ് ചെയ്താലോ മൾട്ടിപ്ലൈ ചെയ്താലോ നമുക്ക് വീണ്ടും എന്ത് തന്നെ കിട്ടും? റാഷണൽ നമ്പർ തന്നെ കിട്ടും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? അത് ക്ലോസ്ഡ് ആണ് എന്ന് പറയുന്നത്. ഓക്കെ, റാഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ പ്രൊവൈഡഡ് ദാറ്റ് വൺ ഡസ് നോട്ട് ഡിവൈഡഡ് ബൈ 0. That is, the quotient of two rational numbers is again a rational number. അപ്പോൾ നമ്മൾ 0 കൊണ്ടല്ലാതെ ഡിവൈഡ് ചെയ്യുകയാണ് എങ്കിൽ എന്ത് പറയാം? ഡിവിഷനും ക്ലോസ്ഡ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ 0 കൊണ്ട് നമുക്കൊരു നമ്പറിനെയും ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. 0 ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ നമ്പേഴ്സിലും റാഷണൽ നമ്പേഴ്സിൻ്റെ ഡിവിഷൻ എന്താണ്? ക്ലോസ്ഡ് ആണ് എന്ന് നമുക്ക് പറയാം. While adding or subtracting two rational numbers having different denominators, how will you make the denominators equal? അപ്പോൾ നമ്മൾ മുകളിൽ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരികയാണെങ്കിൽ എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു അല്ലേ? സെയിം ആയിട്ടാണെങ്കിൽ നമ്മൾ ഡിനോമിനേറ്റർ അതേപോലെ എഴുതും. ന്യൂമറേറ്റേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്യുകയോ സബ്ട്രാക്റ്റ് ചെയ്യുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. ഇവിടെ എന്താണ്? അഡീഷൻ ആണെങ്കിൽ ആഡ് ചെയ്യും, സബ്ട്രാക്ഷൻ ആണെങ്കിൽ സബ്ട്രാക്റ്റ് ചെയ്യും. നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡിഫറൻറ്റ് ഡിനോമിനേറ്റേഴ്സ് ഉള്ള രണ്ട് റാഷണൽ നമ്പേഴ്സിനെ ആഡ് ചെയ്യുകയോ സബ്ട്രാക്റ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ ഡിനോമിനേറ്റേഴ്സിനെ ഈക്വൽ ആക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാനോ സബ്ട്രാക്റ്റ് ചെയ്യാനോ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെ നമുക്ക് ഡിനോമിനേറ്റേഴ്സിനെ ഈക്വൽ ആക്കാം? അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിനോമിനേറ്ററിനെ ഈക്വൽ ആക്കുന്നത് നമ്മൾ ഡിനോമിനേറ്റേഴ്സിൻ്റെ LCM എടുത്തിട്ട് നമ്മൾ കോമൺ ഡിനോമിനേറ്റർ വരുന്ന രീതിയിൽ എന്ത് ചെയ്യും? നമ്മൾ ഡിനോമിനേറ്റേഴ്സിനെ എഴുതും. അതായത് നമുക്ക് തന്നിരിക്കുന്ന രണ്ട് റാഷണൽ നമ്പേഴ്സിൻ്റെയും കൂടെ ഡിനോമിനേറ്റേഴ്സിൻ്റെ LCM നമ്മൾ എടുക്കും. എന്നിട്ട് ഓരോ ഫ്രാക്ഷനെയും കോമൺ ഡിനോമിനേറ്റർ വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യുകയോ സബ്ട്രാക്റ്റ് ചെയ്യുകയോ ചെയ്യും. അപ്പോൾ ഞാനിവിടെ നിങ്ങളെ ഒരു എക്സാമ്പിൾ ചെയ്ത് കാണിക്കാം. ഞാൻ രണ്ട് ഫ്രാക്ഷൻസ് എടുക്കുന്നു. 2/3 3/5. രണ്ട് ഫ്രാക്ഷൻസ് ഞാനിവിടെ എടുത്തു. ഈ രണ്ട് ഫ്രാക്ഷനെയും കൂടെ നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റേഴ്സ് നമുക്ക് ഡിഫറൻ്റ് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ LCM എടുക്കുന്നു. LCM എന്ത് വരും? LCM ഓഫ് 3 and 5. 3ക്കും 5നും കോമൺ ഫാക്ടേഴ്സ് ഇല്ല. അതുകൊണ്ട് LCM കാണുമ്പോൾ നമുക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 5 × 3 15 ആണ് നമ്മുടെ LCM. ഇനി നമ്മൾ 2/3യെ ഡിനോമിനേറ്റർ 15 വരുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു? ഇതിനെ നമ്മൾ എഴുതുന്നു. അപ്പോൾ നമ്മുടെ നമ്മുടെ റാഷണൽ നമ്പേഴ്സിൻ്റെ ഡിനോമിനേറ്റർ ഇനി എന്താ വരിക? 15 ആണ് വരിക. അപ്പോൾ 15 വരുന്ന രീതിയിൽ ഈ രണ്ട് റാഷണൽ നമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഈ 2/3യുടെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഡിനോമിനേറ്റർ 15 കിട്ടുമെന്ന് നോക്കണം. 3യെ എത്ര കൊണ്ട് ചെയ്യണം? 3യെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 15 കിട്ടും. അതേപോലെ 2വിനെ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 10/15 കിട്ടി. ഇനി നമ്മൾ 3/5നെയും ഡിനോമിനേറ്റർ എന്താക്കണം? 15 ആക്കണം. അപ്പോൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും? 9/15. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 10/15 പ്ലസ് 9/15. ഇപ്പോൾ എന്തായി? ഡിനോമിനേറ്റർ സെയിം ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ എങ്ങനെ ആഡ് ചെയ്യാം? ഡിനോമിനേറ്റർ നമ്മൾ അതേപോലെ എഴുതുന്നു, ന്യൂമറേറ്റേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 19/15 എന്ന് കിട്ടി. കണ്ടല്ലോ, ഇങ്ങനെയാണ് നമ്മൾ ഡിനോമിനേറ്റേഴ്സ് ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് റാഷണൽ നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വേരിഫൈ ദ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഫോർ റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സിനുള്ള ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വെരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയുന്നത് എന്താണ്? ഞാൻ നമ്പേഴ്സിന് പകരം ഇവിടെ എയും ബിയും സിയും എടുക്കുന്നു. അപ്പോൾ A ×
ബി പ്ലസ് സി. ഇതാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോയുടെ LHS വരുന്നത്. അപ്പോൾ നമ്മൾ മുകളിലത് കണ്ടിരുന്നു. നമ്മൾ പിയും ക്യൂവും വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ മുകളിൽ കണ്ടത് അല്ലേ. പി ഇൻറ്റു ക്യൂ പ്ലസ് ആർ ആയിരുന്നു. ഞാൻ അതിന് പകരം എയും ബിയും സിയും എടുത്തു. അപ്പോൾ എന്ത് വരും? എ കൊണ്ട് ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എ ഇൻറ്റു ബി, ബ്രാക്കറ്റിലെ സൈൻ പോസിറ്റീവാണ്, അപ്പോൾ പ്ലസ് ഇടുന്നു. അടുത്തത് എ ഇൻറ്റു സി. ഇതിനെ വെരിഫൈ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന് പകരം നമ്പേഴ്സ് എടുക്കുന്നു. അപ്പോൾ ഞാനിവിടെ എയ്ക്ക് പകരം 2/3 ഇൻറ്റു ബി ഈസ് 1/4 പ്ലസ് സി ഈസ് 3/8. അപ്പോൾ ഇതിനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടേണ്ടത്? 2/3 ഇൻറ്റു 1/4 പ്ലസ് 2/3 ഇൻറ്റു 3/8. ഇങ്ങനെയാണ് RHS വരേണ്ടത് അല്ലേ. അപ്പോൾ ഇത് രണ്ടും സെയിം ആണോ എന്ന് നമ്മൾ വെരിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ 2/3 ഇൻറ്റു 1/4 പ്ലസ് 3/8. ഇവിടെ ഡിനോമിനേറ്റേഴ്സ് ആദ്യം നമ്മൾ ബ്രാക്കറ്റിനകത്തത് വേണം ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റേഴ്സ് ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? LCM എടുക്കണം. അപ്പോൾ 4ൻ്റെ മൾട്ടിപ്പിൾ ആണ് 8. അതുകൊണ്ട് LCM ഈസ് 8. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെയും നമ്മൾ ഡിനോമിനേറ്റർ 8 ആക്കാൻ വേണ്ടി 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും? 2/3 ഇൻറ്റു ഇവിടെ 2/8 പ്ലസ് 3/8 എന്നാവും. അപ്പോൾ 2/3 ഇൻറ്റു ഇവിടെ എന്താവും? ഡിനോമിനേറ്റർ സെയിം ആയി. അതുകൊണ്ട് ഡിനോമിനേറ്റർ അതേപോലെ എഴുതുന്നു. 2 + 3 is 5 ഇസ് ഈക്വൽ ടു 5 2s are 10/24. അപ്പോൾ നമുക്കിത് 10/24 എന്ന് കിട്ടി. ഇനി അടുത്തത് ഇത് ചെയ്ത് നോക്കണം. ഇതെന്ത് വരും? അപ്പോൾ രണ്ടും നമുക്ക് എന്തായിട്ട് കിട്ടണം? സെയിം ആയിട്ട് കിട്ടണം. അപ്പോൾ LHS ചെയ്തപ്പോൾ നമുക്ക് 10/24 കിട്ടി. ഇനി RHS നമുക്ക് ചെയ്ത് നോക്കാം. ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 1 ഈസ് 2, 4 × 3 12. അപ്പോൾ 2/12 പ്ലസ് 3 2s are 6, 8 3s are 24. അപ്പോൾ നമുക്ക് 2/12ഉം 6/24ഉം കിട്ടി. വീണ്ടും നമുക്കിവിടെ ഡിനോമിനേറ്റേഴ്സ് ഡിഫറൻ്റ് ആയി. അപ്പോൾ LCM എന്ത് വരും? LCM കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ എടുക്കുന്ന രണ്ട് നമ്പേഴ്സും തമ്മിൽ ഒരെണ്ണം അടുത്തതിൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ മൾട്ടിപ്പിൾ ആയിരിക്കും LCM. അപ്പോൾ 12 × 2 ചെയ്താൽ 24 കിട്ടും. അതുകൊണ്ട് 24 നമുക്ക് LCM ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ 24 ആക്കണം. അതിന് നമ്മൾ 2 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 2 × 2 4 പ്ലസ് അപ്പോൾ എന്തായി? 4/24 ആയി അല്ലേ. അപ്പോൾ 24 നമ്മൾ ഡിനോമിനേറ്ററായിട്ട് എടുത്തു. 4 + 6 ഇസ് ഈക്വൽ ടു 10/24. ഇവിടെ നമുക്ക് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 10/24 തന്നെ കിട്ടി. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്ത് നോക്കിയപ്പം LHSഉം RHSഉം സെയിം ആയിട്ട് തന്നെ നമുക്കിവിടെ കിട്ടി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ബോത്ത് ആർ ഈക്വൽ. അപ്പോൾ നമ്മൾ റാഷണൽ നമ്പേഴ്സ് വെച്ചിട്ട് ഇത് വെരിഫൈ ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണ് വെരിഫൈ ചെയ്ത് നോക്കുന്നത്. വെരിഫൈ ചെയ്യാൻ പറഞ്ഞാൽ LHSഉം RHSഉം സെയിം ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. LHSഉം RHSഉം സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് വെരിഫൈ ചെയ്തു എന്ന് പറയാം. ഓക്കെ, അപ്പം ഈ ഒരു പോർഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് എക്സസൈസ് സെറ്റ് 3.3യുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.